അള്ളാഹ് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ കൊടുക്കും. നിങ്ങളുടെ ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ഇൽമും നിങ്ങളുടെ നാവിൽ ദിക്റും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ, അള്ളാഹിന്റെ കണ്ണിൽ നിങ്ങളാണ് ഉത്തമൻ. മറ്റൊരു പൈസ ഉണ്ടാവുള്ളൂ, അത് വെച്ചിട്ട് അങ്ങനെ ഓടുകയാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കരുതെന്ന് പറയാം. നമുക്ക് എന്താണോ നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ സംവിധാനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ നീ എത്ര വലിയ തൗഫീഖ് ചെയ്ത ആളാണ്. ഇപ്പം നമ്മളിഞ്ഞ് എന്തൊക്കെ ഒരു ജോലി കിട്ടിയാൽ എന്താ പറയുക, ശമ്പളയിൽ പോരല്ലോ, ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലിയാണ്. എന്നാലും സ്വന്തമായിട്ടൊരു ഏർപ്പാട് വേണ്ടേ? സ്വന്തമായിട്ട് ഏർപ്പാട് തുടങ്ങി. ഇപ്പോൾ പറയും എന്നാലിപ്പോൾ ഇങ്ങപ്പോൾ അത്രയൊന്നും ആയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇവിടെ ഒരു വീട് വാങ്ങാനൊന്നും പറ്റണില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു സമയം വരും, അല്ലാഹുവേ ഈ കട്ടിലിൽ നിന്ന് എനിക്ക് ഒറ്റക്കൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു. ഒരു സമയം വരും, അല്ലാഹുവേ ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ വേദന ആവുന്നുണ്ട്, ഒരു വേദന ഇല്ലാണ്ട് എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ പറയും ഈ മൂക്കിന്ന് പൈപ്പൊന്ന് എടുത്തിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എനിക്കെന്നെ കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പിന്നെ പറയും ഈ ബെഡിൽ ഇങ്ങനെ മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും അല്ലേ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടൊന്ന് ഒറ്റയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് അത് മതിയായിരുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാതെ പോകുന്നുണ്ട് അല്ലേ? നമുക്കൊരു സമയം വരും ഈ ഓക്സിജന്റെ പെട്ടില്ലാണ്ട്, പടച്ചോനെ ആസ്മ ഇല്ലാണ്ടൊന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു പല്ലുവേദന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കാല് മടങ്ങണില്ല, നടക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, റബ്ബേ എൻ്റെ കാല് വെച്ച് ഒരു വടി പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത് കൊതിച്ചു പോകുന്നൊരു സമയം വരുമ്പോഴാണ് നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലായിരുന്നു എന്ന് തിരിച്ചറിയുള്ളൂ. അതുവരെ നമുക്കത് ബോധം വരില്ല. ഇല്ല 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 എന്നേ പറയുള്ളൂ. നമുക്കത് കിട്ടിയില്ല, ആ ആഭരണം കിട്ടിയില്ല, ഈ വാച്ച് കിട്ടിയില്ല, ആ ആഗ്രഹിച്ച ആ ജോലി കിട്ടിയില്ല, ഈ ഷോപ്പ് കിട്ടിയില്ല. മനുഷ്യൻ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ചരിത്രത്തിലേക്ക് വരാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, ലൈസൽ ഗിനാ ബികസറത്തിൽ അർദ്. സമ്പാദ്യം എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാക്കലല്ല, പിന്നെയോ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. റിച്ച്നെസ് ഈസ് റിച്ച്നെസ് ഓഫ് ഹാർട്ട്സ്. ഹൃദയത്തിന് കിട്ടുന്ന ഒരു മുതലാളിത്തരമുണ്ട്, ഹൃദയത്തിന് കിട്ടുന്ന ഒരു സമ്പത്തുണ്ട്. എന്താണത്? ഞാൻ സംതൃപ്തനാണ് റബ്ബേ, അല്ലാഹുമ്മ ലക്കൽ ഹംദ് എന്നല്ലാതെ പൈസന്റെ എണ്ണം കൂടലോ ഡിജിറ്റ് കൂടലോ അല്ല സമ്പാദ്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ ഒരു ടെൻഷനില്ല. നമുക്ക് വെറുതെ തോന്നും ഞാൻ ഓനൊക്കെ ഒപ്പം പഠിച്ച ആൾക്കാരല്ലേ, അന്ന് ടീച്ചറിൽ നിന്ന് എത്ര അടിയ ഓന് കിട്ടിയത്, ഞാൻ മുമ്പിലത്തെ ബെഞ്ചിൽ നിന്ന് പാസ്സായ ആളല്ലേ, എന്നിട്ട് എനിക്കിപ്പോൾ എന്താ ഉണ്ടായത്, ഓനൊക്കെ എവിടെ എത്തി? ആയിക്കോട്ടെ, ഷാ അല്ലാഹ്, അല്ലാഹു